ഉച്ചരാകുമ്പോഴേക്ക് എണീച്ചിട്ട് രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് വണ്ടി നല്ല വൃത്തിയുള്ളതുകൊണ്ട് വണ്ടി കൈ വെക്കാന്ന് വിചാരിച്ചു. അങ്ങനെ അത് കൈകി നടുവൊന്ന് നിവർത്തുമ്പോഴേക്ക് അടുത്ത വണ്ടിയും വന്നു. അതും കൈ വണ്ടി കയറി നോക്കുമ്പോൾ ഒരു തുള്ളി എണ്ണയിൽ. ഇത് നായനെ കാണുമ്പോൾ കല്ല് കാണൂല എന്ന് പറഞ്ഞ പോലെയാണ്. ഒരു കാലത്ത് ഇവന് എണ്ണ ഉണ്ടാവില്ല. അമ്മ ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് സ്കൂട്ടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുപ്പിയെല്ലാം എടുത്ത് വെച്ചിനെ. അങ്ങനെ അമ്മക്കേടിയെല്ലാം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മേനെ കൂട്ടിയിട്ട് വണ്ടി എടുത്ത് അമ്മേനോട് എണ്ണയില്ലാന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞ് പോന്നെടുക്കാൻ വരെ പോയിക്കോട്ടെ, ബാക്കി അമ്മ കുന്ത. അമ്മേന്റെ പരിചയമുള്ള കാര്യം കണ്ടൊരു വർത്തനം പറഞ്ഞാണ്. വണ്ടിയെങ്കിലും വിശക്കുന്നു പറയുന്നുണ്ട്. അപ്പത്തേക്കാൻ അനിയൻ സ്കൂൾ വിട്ടു വന്നിനെ. നമുക്ക് പോണം എന്ന് പറഞ്ഞ സ്ഥലം അക്ഷയാണ്. അങ്ങനെ ആടെ ഇപ്പൊ ഒന്നും തീരുല്ല എന്ന് കണ്ടുകൊണ്ട് നമ്മൾ പൈസ എടുക്കാൻ പറ്റാന്നില്ല. അതും എടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇങ്ങനെ തന്നെ ഇല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ എണ്ണ അടിക്കാൻ വന്നിട്ടാന്നില്ല. ഇവന്റെ പരവേശം കണ്ട അമ്മ പറഞ്ഞ് ഫുൾ ടാങ്ക് അടിച്ചു. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചു അവന്റെ കുടലെല്ലാം നിറച്ചിട്ട് നമ്മൾ നേരെ തിരിച്ചു. നമുക്ക് ഈ വായിക്കുന്ന ശീലം ഉള്ളതുകൊണ്ട് നമ്മളെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുത്തിനെ. അങ്ങനെ വണ്ടിയിലെല്ലാരെയും കുത്തി അരച്ച് നമ്മൾ രണ്ടാൾക്കാരെ കാണാൻ പോലെയാണ്. ഞാൻ പറഞ്ഞ രണ്ടാൾക്കാരിൽ ഒരാൾ ഇവനാണ്. ഗൾഫിൽ ഇപ്പോൾ സ്കൂൾ കൂട്ടിക്കൊണ്ട് രണ്ടാളും കൂടി നാട്ടിൽ വന്നിട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ ആൾ ഇതാണ്. വേറെ കളിയെല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സമയം പോകുന്നത് തിരിയൂലേ. ഇപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയമാണ്. നല്ല നൂൽപ്പൊറോട്ട ഉണ്ടേനെ. ഞാൻ അതും കുറച്ച് ചിക്കൻ്റെ കറിയും കൂട്ടിയിട്ട് ഞാൻ കഴിച്ചേ. അങ്ങനെ നമ്മൾ ഓന് കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുത്തിനെ. ഓൻ ഗൾഫിലായതുകൊണ്ട് ഓന് മലയാളം വായിക്കാൻ അറിയില്ല. അങ്ങനെ ഓനറിയുന്ന ഇംഗ്ലീഷ് നമുക്കും പറഞ്ഞു തന്നെ. അങ്ങനെ ഓരോ കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടിനെ. അപ്പോൾ ഓക്കെ ബൈ.